പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ പ്രവാസികളായി ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വിദേശത്ത് പണം എങ്ങനെ ലാഭിക്കാം എന്ന ഒരു ചിന്താഗതി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞാൻ അതിനൊക്കെ റെസ്പോൺസ് തരുന്നതാണ്. ഇത് പ്രവാസികൾക്കായുള്ള ഒരു സമ്പൂർണ്ണ സാമ്പത്തിക ഗൈഡാണ്. പ്രവാസ ജീവിതം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകുമ്പോൾ തന്നെ പുതിയ രാജ്യത്തെ ജീവിത ചെലവുകൾ, വ്യത്യസ്തമായ ബാങ്കിംഗ് നിയമങ്ങൾ, നികുതി ഘടനകൾ എന്നിവയുമായി പൊരുത്തപ്പെടേണ്ടതിൻ്റെ വെല്ലുവിളികൾ ഉയർത്തുന്നു. വിദേശത്ത് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് കേവലം പണം ലാഭിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് സമ്പത്ത് കെട്ടിപ്പടുക്കുക, ഇന്ത്യയിലും വിദേശത്തുമുള്ള സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുക, നിയമപരമായ നൂലാമാലകൾ ഒഴിവാക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ വീഡിയോ ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനും പണം ലാഭിക്കുന്നതിനും ഇന്ത്യയിലെ ബാങ്കിംഗ് നിക്ഷേപ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു സമഗ്ര വഴികാട്ടിയാണ്. വിദേശത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിൻ്റെ ആദ്യ പടി ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നതാണ്. ലളിതമെന്ന് തോന്നാമെങ്കിലും ചിട്ടയായ ആസൂത്രണത്തിലൂടെ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇത് കേവലം ചെലവ് ചുരുക്കൽ മാത്രമല്ല, ലഭ്യമായ ആധുനിക സാമ്പത്തിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പണത്തിന് പരമാവധി മൂല്യം ഉറപ്പാക്കുന്ന ഒരു തന്ത്രപരമായ സമീപനമാണ്. കൃത്യമായ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തത് കപ്പലിന് ദിശസൂചിക ഇല്ലാത്തതുപോലെയാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ ഒരു ബഡ്ജറ്റ് അത്യാവശ്യമാണ്. അത് വരുമാനം ട്രാക്ക് ചെയ്യുക, ചെലവുകൾ രേഖപ്പെടുത്തുക എന്നതാണ് വളരെ പ്രധാനം. നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആദ്യപടി. ഓരോ മാസത്തെയും വരുമാനം, വാടക, യൂട്ടിലിറ്റി ബില്ലുകൾ, ഇൻഷുറൻസ് പോലുള്ള സ്ഥിരം ചെലവുകൾ, ഭക്ഷണം, യാത്ര, വിനോദം തുടങ്ങിയ മാറിക്കൊണ്ടിരിക്കുന്ന ചെലവുകൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. മിൻറ്റ്, YNAB അല്ലെങ്കിൽ യു നീഡ് എ ബഡ്ജറ്റ് പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇതിനായി ഉപയോഗിക്കാം. ഇത് അനാവശ്യ ചെലവുകൾ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 50-30-20 അതായത് 50:30:20 എന്ന നിയമം പാലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നികുതി കഴിച്ചുള്ള വരുമാനത്തിൻ്റെ 50% ആവശ്യങ്ങൾക്കായും, ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വാടക, ഭക്ഷണം, യാത്ര മുതലായവയ്ക്കായും, 30% ആഗ്രഹങ്ങൾക്കായും, അതായത് ഷോപ്പിംഗ്, സിനിമകൾ, യാത്രകൾ തുടങ്ങിയവയ്ക്കായും, ശേഷിക്കുന്ന 20% സമ്പാദ്യത്തിൻ്റെ നിക്ഷേപങ്ങൾക്കുമായി നീക്കിവെക്കുക എന്ന ലളിതമായ തത്വം സാമ്പത്തിക അച്ചടക്കം വളർത്താൻ സഹായിക്കും. അതാണ് 50:20:30:20 എന്ന അനുപാതം. അതുപോലെ തന്നെ സമ്പാദ്യം ഓട്ടോമേറ്റ് ചെയ്യുക. സമ്പാദ്യശീലം വളർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്ന് പേ യുവർസെൽഫ് ഫസ്റ്റ് എന്ന തന്ത്രമാണ്. ശമ്പളം ലഭിക്കുന്ന ദിവസം തന്നെ ഒരു നിശ്ചിത തുക നിങ്ങളുടെ പ്രധാന അക്കൗണ്ടിൽ നിന്ന് സേവിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറ്റാൻ ക്രമീകരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലവഴിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സമ്പാദ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നു. ചെറിയ മാറ്റങ്ങളിലൂടെ ദൈനംദിന ചെലവുകൾ വളരെ വലിയ കുറവ് വരുത്താൻ സാധിക്കുന്നുണ്ട്.
അതിന് സ്മാർട്ട് ചെലവഴിക്കൽ എന്നാണ് പറയുക. അതായത് ദൈനംദിന ജീവിതത്തിൽ പണം അങ്ങനെയും ലാഭിക്കാം. പ്രധാനം താമസമാണ്. നഗരത്തിലെ ഉയർന്ന വാടകയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി മികച്ച പൊതുഗതാഗത സൗകര്യങ്ങളുള്ള പ്രാന്തപ്രദേശങ്ങളെ താമസിക്കാൻ ശ്രമിക്കുന്നത് വാടകയിൽ ഗണ്യമായ കുറവുണ്ടാക്കും. 1-2 ഫ്ലാറ്റ്മേറ്റ്സുമായി താമസം പങ്കിടുന്നത് വാടക, വൈദ്യുതി, ഇന്റർനെറ്റ് ബില്ലുകൾ എന്നിവയിൽ വലിയ ലാഭം നൽകും. മറ്റൊന്ന് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി വീട്ടിൽ പാചകം ചെയ്യാൻ ശ്രമിക്കുക. പ്രാദേശിക കർഷകരുടെ മാർക്കറ്റുകളിൽ നിന്നും മറ്റും സാധനങ്ങൾ വാങ്ങുന്നത് വലിയ സൂപ്പർ മാർക്കറ്റുകളിലെ വിലയേക്കാൾ കുറവായിരിക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒരുപോലെ ഗുണകരമാണ്. പണം ലാഭിക്കാനുള്ള മറ്റൊരു മാർഗമാണ് യാത്രയിലെ ചെലവഴിക്കൽ. നിങ്ങൾ താമസിക്കുന്ന നഗരത്തിലെ ബസ്, ട്രെയിൻ പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ചെറിയ ദൂരയാത്രകൾക്ക് സൈക്കിൾ ഉപയോഗിക്കുന്നത് പണം ലാഭിക്കാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ഒരു കാർ സ്വന്തമാക്കുന്നത് ഇൻഷുറൻസ്, ഇന്ധനം, പാർക്കിംഗ്, മെയിൻ്റനൻസ് തുടങ്ങിയ വലിയ അധിക ചെലവുകൾക്ക് കാരണമാകും. മറ്റൊന്നാണ് ഷോപ്പിംഗ് ആൻഡ് വിനോദം. സീസണൽ സെയിലുകളും ഡിസ്കൗണ്ടുകളും പരമാവധി പ്രയോജനപ്പെടുത്തണം. പല നഗരങ്ങളിലും സൗജന്യമായി പങ്കെടുക്കാവുന്ന സംഗീത പരിപാടികൾ, ഫെസ്റ്റിവലുകൾ, എക്സിബിഷനുകൾ എന്നിവയുണ്ടാകും. മ്യൂസിയങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിലോ പ്രവേശന ഫീസിൽ ഇളവുകളോ സൗജന്യ പ്രവേശനമോ ഉണ്ടാകാം. അത്തരം അവസരങ്ങൾ കണ്ടെത്തുന്നത് വിനോദത്തിനുള്ള ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. പ്രവാസ ജീവിതത്തിലെ സാമ്പത്തിക നഷ്ടങ്ങളിൽ വലിയൊരു പങ്ക് തെറ്റായ ബാങ്കിംഗ് തെരഞ്ഞെടുപ്പുകൾ മൂലമാണ് സംഭവിക്കുന്നത്. അതായത് വിദേശത്തെ ബാങ്കിങ്ങും ശരിയായ തിരഞ്ഞെടുപ്പുകളുമാണ് ഇതിൽ പ്രധാനമായി പറയുന്നത്. അന്താരാഷ്ട്ര പണമിടപാടുകളിലെ ഉയർന്ന ഫീസുകളും മോശം വിനിമയ നിരക്കുകളും നിങ്ങളുടെ സമ്പാദ്യത്തെ നിശബ്ദമായി കാർന്നു തിന്നാം. ശരിയായ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ തുടക്കത്തിലെ ഒരുക്കുന്നതിലൂടെ ഈ നഷ്ടങ്ങൾ ഒഴിവാക്കാം. അതിൽ പ്രധാനമാണ് പ്രാദേശിക ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കൽ ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് എത്തിയ ഉടൻ തന്നെ ഒരു പ്രാദേശിക ബാങ്ക് അക്കൗണ്ട് തുറക്കുക. ശമ്പളം സ്വീകരിക്കുന്നതിനും ദൈനംദിന ചെലവുകൾ നടത്തുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ നാട്ടിലെ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഉയർന്ന അന്താരാഷ്ട്ര ഇടപാട് ഫീസുകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറ്റൊന്നാണ് നിയോ ബാങ്കുകളും മൾട്ടി കറൻസി അക്കൗണ്ടുകളും. വൈസ്, റിവോൾട്ട്, N26 പോലുള്ള ഓൺലൈൻ ബാങ്കുകൾ, അതിന് നിയോ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്, പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാണ്. പരമ്പരാഗത ബാങ്കുകളെ അപേക്ഷിച്ച് ഇവ അന്താരാഷ്ട്ര പണമിടപാട് വളരെ കുറഞ്ഞ ഫീസ് ഈടാക്കുന്നു. ഒന്നിലധികം കറൻസികൾ ഒരേ അക്കൗണ്ടിൽ സൂക്ഷിക്കാനും ഏറ്റവും മികച്ച വിനിമയ നിരക്കിൽ അവ തമ്മിൽ മാറ്റം വരുത്താനും സാധിക്കുന്നത് ഫോറക്സ് കൺവേർഷൻ ഫീയിൽ വലിയ ലാഭം നൽകുന്നു. മറ്റൊന്നാണ് സീറോ ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ കാർഡുകൾ. വിദേശത്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴോ ATMിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴോ അധിക ചാർജ് ഈടാക്കാത്ത സീറോ ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങളുടെ ഓരോ ഇടപാടിലും 1% മുതൽ 3% വരെ ലാഭിക്കാൻ സഹായിക്കും. പിന്നെന്താണ് നിങ്ങളുടെ ഒരു സുരക്ഷാ വലയം എന്ന രീതിയിൽ അടിയന്തര ഫണ്ട്, അതായത് എമർജൻസി ഫണ്ടിൻ്റെ പ്രാധാന്യം. പ്രവാസ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ജോലി നഷ്ടപ്പെടുക, പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സാമ്പത്തികമായി നമ്മളെ തളർത്താം. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ
ഉയർന്ന പലിശയ്ക്ക് കടം വാങ്ങുന്നത് ഒഴിവാക്കാൻ ഒരു എമർജൻസി ഫണ്ട് അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും മാനസിക സമാധാനവും നൽകുന്നു. ഇനി എത്ര തുക വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ 3 മുതൽ 6 മാസം വരെയുള്ള അടിസ്ഥാന ജീവിത ചെലവ്, അതായത് വാടക, ഭക്ഷണം, ബില്ലുകൾ, ഇവ തുല്യമായ തുക എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുക. പിന്നെ വിദേശത്ത് താമസം മാറുമ്പോൾ, അതായത് വിദേശത്തേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ സ്മാർട്ടായി എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ പ്രവാസി ബാങ്കിങ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞു വന്നത്. വിദേശത്തേക്ക് താമസം മാറുമ്പോൾ ഇന്ത്യയിലെ ബാങ്കിങ് ഇടപാടുകൾ വരുത്തേണ്ട മാറ്റങ്ങൾ പലരും അവഗണിക്കാറുണ്ട്. ഇത് കേവലം ഒരു നടപടിക്രമം മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു നിയമപരമായ കടമയാണ്. ശരിയായ അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത് നികുതി ലാഭിക്കാനും പണം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സഹായിക്കും. ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം എന്ന് പറയുന്നത് അക്കൗണ്ട് സ്റ്റാറ്റസ് മാറ്റുക എന്നതാണ്. ഇതൊരു നിർദ്ദേശമല്ല, മറിച്ച് ഓരോ പ്രവാസിയും നിർബന്ധമായും പാലിക്കേണ്ട നിയമമാണ്. എന്തുകൊണ്ട് ഇത് നിർബന്ധമാക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിദേശത്തേക്ക് താമസം മാറുകയും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് ഫെമ പ്രകാരം ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനായി, അതായത് NRI ആയി മാറുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള നിങ്ങളുടെ സാധാരണ റെസിഡന്റ് സേവിങ്സ് അക്കൗണ്ട് അതേപടി തുടരാൻ നിയമപരമായി അനുവാദമില്ല. എങ്കിൽ എന്താണ് ഇതിന് പരിഹാരം? നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ പോയ ഉടനെയോ നിങ്ങളുടെ ബാങ്കിനെ ഈ വിവരം അറിയിക്കുകയും നിലവിലുള്ള റെസിഡന്റ് അക്കൗണ്ട് ഒരു നോൺ റെസിഡന്റ് ഓർഡിനറി, അതായത് NRO അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യണം. അല്ലെങ്കിൽ ആ അക്കൗണ്ട് അവസാനിപ്പിച്ച് പുതിയ NRI അക്കൗണ്ടുകൾ, അതായത് NRE, NRO അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞത് അവഗണിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്, ഈ നിയമം പാലിക്കാതിരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മേൽ 2 ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ അധികാരമുണ്ട്. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിലെ ഇടപാടുകൾ നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുകയും മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പാൻ, ആധാർ നമ്പറുകൾക്ക് പ്രവാസിയാകുമ്പോൾ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നത് ഓർമ്മിക്കേണ്ടതാണ്. അടുത്തതായി, പ്രവാസി അക്കൗണ്ടുകളെ വളരെ അടുത്തറിയേണ്ട ഒരു പ്രക്രിയയാണ്. അതായത് NRE അക്കൗണ്ട്, അല്ലെങ്കിൽ NRO അക്കൗണ്ട്, അല്ലെങ്കിൽ FCNR അക്കൗണ്ട് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രവാസികളുടെ വ്യത്യസ്ത സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി 3 തരം അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇവ കേവലം പണം സൂക്ഷിക്കാനുള്ള ഇടങ്ങൾ മാത്രമല്ല, മറിച്ച് നികുതി ആസൂത്രണം, പണത്തിൻ്റെ കൈമാറ്റം, വിനിമയ നിരക്കിലെ നഷ്ടം കുറയ്ക്കൽ എന്നിവയ്ക്കുള്ള തന്ത്രപരമായ ഉപകരണങ്ങളാണ്. അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് NRE ആണ്. അതായത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ആണ് NRE അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, വിദേശത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന പണം, അതായത് ഫോറിൻ ഇൻകം, ഇന്ത്യൻ രൂപയിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. നിങ്ങൾ അയക്കുന്ന വിദേശ കറൻസി അന്നത്തെ വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപയായി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇത് നിങ്ങളുടെ വിദേശ വരുമാനം ഇന്ത്യയിൽ നികുതിയില്ലാതെ വളർത്താനുള്ള പ്രധാന മാർഗമാണ്. ഇതിൻ്റെ പ്രധാന നേട്ടമെന്ന് പറയുന്നത് നികുതി ഇളവാണ്. അതായത് NRE അക്കൗണ്ടിൽ, സേവിങ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശയ്ക്ക് ഇന്ത്യയിൽ ആദായ നികുതി നൽകേണ്ടതില്ല. ഇത് പൂർണ്ണമായും നികുതി രഹിതമാണ്.
രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുപോകലാണ്. അതായത് ഫുൾ റീപാട്രിയബിലിറ്റിയാണ്. ഈ അക്കൗണ്ടിലുള്ള മുതലും പലിശയും എപ്പോൾ വേണമെങ്കിലും യാതൊരു പരിധികളുമില്ലാതെ പൂർണ്ണമായി വിദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കും. ആർക്കാണ് ഇത് അനുയോജ്യം എന്ന് ചിന്തിച്ചാൽ, വിദേശ വരുമാനം ഇന്ത്യയിൽ നികുതിയില്ലാതെ സൂക്ഷിക്കാനും ആ പണം ഭാവിയിൽ എളുപ്പത്തിൽ വിദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. എന്നാൽ NRO അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം, അതായത് ഇന്ത്യൻ ഇൻകം കൈകാര്യം ചെയ്യാനാണ് ഈ അക്കൗണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ വീട്ടുവാടക, ഓഹരികളിൽ നിന്നുള്ള ഡിവിഡൻഡ്, പെൻഷൻ, വസ്തു വിറ്റ് കിട്ടുന്ന പണം എന്നിവയെല്ലാം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. ഇന്ത്യയിലെ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഒരു ഓപ്പറേഷണൽ അക്കൗണ്ടാണ് ഇത്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നികുതി ബാധ്യത. ഒന്ന്, NRO അക്കൗണ്ടിലെ പലിശയ്ക്ക് ഇന്ത്യയിൽ നികുതി നൽകണം. ബാങ്കുകൾ സാധാരണ 30% എന്ന നിരക്കിൽ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പിടിക്കും. ഇതിനു പുറമെ സർചാർജും സെസ്സും ബാധകമായേക്കാം. ഇനി പരിമിതമായ തിരിച്ചു കൊണ്ടുപോകലാണ് ഇതിനകത്തുള്ളത്. ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ ടു മാർച്ച് പരമാവധി $1 ബില്യൺ തുല്യമായ തുക മാത്രമേ ഈ അക്കൗണ്ടിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇതിന് ചാർട്ടേഡ് അക്കൗണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഫോമുകൾ 15CA ഓർ 15CB ആവശ്യമായി വരും. മൂന്നാമത്തെ ജോയിന്റ് അക്കൗണ്ടാണ്. ഒരു ഇന്ത്യക്കാരനുമായി റെസിഡന്റ് ഇന്ത്യനുമായി ചേർന്ന്, ഉദാഹരണത്തിന് മാതാപിതാക്കൾ, പങ്കാളി എന്നിവരുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്നാണ് NRO അക്കൗണ്ടിന്റെ പ്രത്യേകത. ഇത് ഇന്ത്യയിലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താൻ സഹായിക്കും. ഇത് ആർക്കാണ് ഏറ്റവും അനുയോജ്യം എന്ന് ചിന്തിച്ചാൽ, ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളെ ഉള്ള എല്ലാ പ്രവാസികൾക്കും ഈ അക്കൗണ്ട് നിർബന്ധമാണ്. ഇന്ത്യയിലെ ഭവന വായ്പയുടെ EMI അടയ്ക്കാനും കുടുംബത്തിന് പണം നൽകാനും മറ്റു ബില്ലുകൾ അടയ്ക്കാനും ഇത് ഉപയോഗിക്കാം. എന്നാൽ FCNR അക്കൗണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇതൊരു സേവിംഗ് അക്കൗണ്ട് അല്ല, മറിച്ച് ഒരു സ്ഥിര നിക്ഷേപ അക്കൗണ്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ വിദേശ കറൻസി അതേ രൂപത്തിൽ തന്നെ, ഉദാഹരണത്തിന് $, ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ എന്നിവയായി ഇന്ത്യയിൽ നിക്ഷേപിക്കാം എന്നതാണ്. ഇതിന്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഒന്ന്, വിനിമയ നിരക്കിലെ നഷ്ടം ഒഴിവാക്കാം. പണം ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റാത്തത് കൊണ്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വിദേശ കറൻസിയിൽ ഉണ്ടായിരുന്ന നഷ്ടം, അതായത് കറൻസി ഫ്ലക്ച്വേഷൻ റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കാം. നിങ്ങൾ ഡോളറിൽ നിക്ഷേപിച്ചാൽ കാലാവധി തീരുമ്പോൾ ഡോളറായി തന്നെ പണം തിരികെ ലഭിക്കും. പിന്നെ മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് നികുതി ഇളവും പൂർണ്ണമായ തിരിച്ചു കൊണ്ടുപോകലുമാണ്. NRI അക്കൗണ്ടിൽ NRE അക്കൗണ്ടിന് സമാനമായി FCNR നിക്ഷേപത്തിന് മേൽ ലഭിക്കുന്ന പലിശ ഇന്ത്യയിൽ പൂർണ്ണമായും നികുതിരഹിതമാണ്. മുതലും പലിശയും യാതൊരു പരിധികളുമില്ലാതെ വിദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാം. ഈ അക്കൗണ്ടിന്റെ പ്രയോജനം ആർക്കാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയിൽ ആശങ്കയുള്ളവർക്കും വലിയൊരു തുക വിദേശ കറൻസിയായി തന്നെ സുരക്ഷിതമായി നിക്ഷേപിച്ച് ഉറപ്പുള്ള വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അക്കൗണ്ട് ഏറ്റവും മികച്ച ഓപ്ഷനാണ്. പ്രവാസിയായിരിക്കുന്നവരെ പലപ്പോഴും അലട്ടുന്ന പ്രശ്നമാണ്, ഞാൻ വിദേശത്താണല്ലോ, നാട്ടിലെ അക്കൗണ്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യയിലെ ബാങ്കിംഗ് ഇടപാടുകൾ നടത്താൻ പല മാർഗങ്ങളുമുണ്ട്, ആശങ്കപ്പെടേണ്ടതില്ല. അതിൽ ഒന്നാണ് പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ മാൻഡേറ്റ് ഹോൾഡർ. നിങ്ങൾക്ക് വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ നിങ്ങളുടെ അടുത്ത ബന്ധുവിനെയോ വിശ്വസ്തനായ സുഹൃത്തിനെയോ ചുമതലപ്പെടുത്താം. ഒരു മാൻഡേറ്റ് ഹോൾഡറുകൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും
ചെക്കുകൾ നിക്ഷേപിക്കാനും സാധിക്കും. എന്നാൽ പവർ ഓഫ് അറ്റോർണി ഹോൾഡർക്ക് ബാങ്ക് ലോൺ പ്രവർത്തിപ്പിക്കുന്നത് ഉൾപ്പെടെ കൂടുതൽ വിപുലമായ അധികാരം നൽകാൻ ഇതുമൂലം സാധിക്കും. വിദേശത്തിരുന്ന് അക്കൗണ്ടുകൾ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞുവല്ലോ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിജിറ്റൽ ബാങ്കിംഗ്. ഇന്നത്തെ കാലത്ത് നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ, ഉദാഹരണത്തിന് ഫെഡ് മൊബൈൽ, ആക്സിസ് മൊബൈൽ, ഐ മൊബൈൽ പേ എന്നിവ ഉപയോഗിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നിങ്ങളുടെ അക്കൗണ്ടുകൾ 24/7 സമയത്ത് നിരീക്ഷിക്കാനും പണം കൈമാറ്റം ചെയ്യാനും ബില്ലുകൾ അടയ്ക്കാനും സ്ഥിര നിക്ഷേപങ്ങൾ തുടങ്ങാനും സാധിക്കും. അതുപോലെ നാട്ടിലേക്ക് പണം അയക്കാം സ്മാർട്ടായി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രവാസികൾ സ്ഥിരമായി ചെയ്യുന്ന ഒന്നാണ് നാട്ടിലേക്ക് പണം അയക്കുന്നത്. എന്നാൽ പലരും തങ്ങളുടെ ബാങ്ക് വഴി പണം അയക്കുന്ന പതിവ് രീതി തുടരുകയും അതിലൂടെ വിനിമയ നിരക്കിലും ഫീസിലും കാര്യമായ നഷ്ടം സംഭവിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓരോ തവണ പണം അയക്കുമ്പോഴും മികച്ച സേവനം തിരഞ്ഞെടുക്കുന്നത് വർഷാവസാനം വലിയൊരു തുക ലാഭിക്കാൻ സഹായിക്കും. പിന്നെ പണമടയ്ക്കാൻ സാധാരണഗതിയിൽ പരമ്പരാഗതവും ആധുനികവുമായ പല മാർഗങ്ങളുണ്ട്. ഇതിൽ ബാങ്ക് വേ ട്രാൻസ്ഫർ അഥവാ സ്വിഫ്റ്റ് എന്നതാണ് ഒരു മാർഗം. അതായത് നിങ്ങളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കുന്ന പരമ്പരാഗത രീതിയാണിത്. ഇത് സുരക്ഷിതമാണെങ്കിലും സാധാരണയായി ഉയർന്ന ഫീസും താരതമ്യേന കുറഞ്ഞ വിനിമയ നിരക്കും ഇതിനുണ്ടാകും. പണം അക്കൗണ്ടിലെത്താൻ 1 മുതൽ 5 വരെ ദിവസം സമയമെടുത്തേക്കാം. മറ്റൊന്നാണ് ഓൺലൈൻ മണി ട്രാൻസ്ഫർ പ്ലാറ്റ്ഫോമുകൾ. അതായത് പഴയ ട്രാൻസ്ഫർ വൈസ്, റിമിറ്റ്ലി, വേൾഡ് റിമിറ്റ്, സൂം പോലുള്ള ഫിൻടെക് കമ്പനികളാണ് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇവർ ബാങ്കുകളേക്കാൾ മികച്ച വിനിമയ നിരക്കും സുതാര്യവും കുറഞ്ഞതുമായ ഫീസും വളരെ വേഗതയേറിയ സേവനവും വാഗ്ദാനം ചെയ്യുന്നു. പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പണം ഇന്ത്യയിലെ അക്കൗണ്ടിൽ ലഭ്യമാകും. പിന്നെ മറ്റൊരു മാർഗമാണ് മണി ട്രാൻസ്ഫർ ഓപ്പറേറ്റർമാർ. വെസ്റ്റേൺ യൂണിയൻ, അതേപോലെ മണിഗ്രാം പോലുള്ള സേവനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പണം കയ്യിൽ കിട്ടേണ്ട അടിയന്തര സാഹചര്യങ്ങളാണ്. ഇവയുടെ നെറ്റ്വർക്ക് വളരെ വലുതാണെങ്കിലും വിനിമയ നിരക്ക് പലപ്പോഴും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളേക്കാൾ കുറവായിരിക്കും. ഇനി മികച്ച സേവനം എങ്ങനെ തിരഞ്ഞെടുക്കാം? ഇതിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്ന് വിനിമയ നിരക്കാണ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു ഡോളറിനോ ദിർഹത്തിനോ എത്ര രൂപ ലഭിക്കുന്നു എന്നതിൽ ചെറിയൊരു വ്യത്യാസം പോലും നിങ്ങൾ അയക്കുന്ന തുക വലുതാണെങ്കിൽ കാര്യമായ മാറ്റമുണ്ടാകും. ഉദാഹരണത്തിന് $1000 അയക്കുമ്പോൾ ഒരു സേവനം, അതായത് $1 എന്നത് 89 മറ്റൊന്ന് $1 എന്നത് 90 രൂപയും നൽകുന്നുവെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ വ്യത്യാസം വരും. റെമിറ്റ് ഫൈൻഡർ പോലുള്ള താരതമ്യ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് പണം അയക്കുന്നത് തൊട്ട് മുൻപ് തത്സമയ നിരക്കുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അതായത് ഇത്തരത്തിൽ പണം അയക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇതിൻ്റെ വിനിമയ നിരക്കുകൾ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഈ നഷ്ടം ഒഴിവാക്കാം. മറ്റൊന്നാണ് ട്രാൻസ്ഫർ ഫീസ്. അതായത് ചില സേവനങ്ങൾ 0 ഫീസ് എന്ന് പരസ്യം ചെയ്യാറുണ്ടെങ്കിലും അവർ വിനിമയ നിരക്ക് കുറച്ചായിരിക്കും ചെയ്യുക. ഈ നഷ്ടം നികത്തുന്നത് ഇത്തരത്തിലാണ്. അതിനാൽ ഫീസും വിനിമയ നിരക്കും ഒരുമിച്ച് പരിഗണിച്ച് അവസാനമായി എത്ര രൂപ നാട്ടിൽ കിട്ടും എന്ന് കണക്ക് കൂട്ടുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേഗത, അതായത് ട്രാൻസ്ഫർ സ്പീഡ്. ഏതെങ്കിലും അടിയന്തര ആവശ്യത്തിനാണ് പണം അയക്കുന്നതെങ്കിൽ വേഗത വളരെ പ്രധാനമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും
മിനിറ്റുകൾക്കുള്ളിൽ പണം എത്തിക്കുമ്പോൾ ബാങ്ക് ട്രാൻസ്ഫറുകൾക്ക് ദിവസങ്ങൾ എടുത്തേക്കാം. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശ്വാസ്യതയും സൗകര്യവും. റിലയബിലിറ്റി ആൻഡ് കൺവീനിയൻസ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സേവനം എത്രത്തോളം വിശ്വസനീയമാണ്, അവരുടെ ഉപഭോക്തൃ സേവനം എങ്ങനെ, മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ എത്രത്തോളം എളുപ്പമുണ്ട് എന്നിവയും പരിഗണിക്കേണ്ട ഘടകങ്ങളാണ്. വിവിധ പണമടയ്ക്കൽ സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘു താരതമ്യമാണ് ഇനി പറയുന്നത്. ഇത് പൊതുവായ ഒരു ധാരണ നൽകാനാണ്. നിരക്കുകളും ഫീസുകളും സമയത്തിനനുസരിച്ച് മാറ്റം വരാം. ഇതിൽ പ്രധാനമായി ഉള്ളത് ബാങ്ക് വയർ ട്രാൻസ്ഫർ ആണ്. അതിൻ്റെ വിനിമയ നിരക്ക് ഇതിൽ വളരെ കുറവായിരിക്കും, എന്നാൽ ഫീസ് കൂടുതലാണ്. ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് 2 മുതൽ 5 ദിവസം എടുക്കാം. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത വലിയ തുകകൾക്ക് സുരക്ഷിതത്വമാണ് നമ്മൾ പ്രധാനം എങ്കിൽ മികച്ച വിനിമയ നിരക്കിന് ഇത് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന് ട്രാൻസ്ഫർ വൈസ് ആണ്. വളരെ മികച്ചതാണ്, സുതാര്യമാണ്, അതിന് ഫീസ് കുറവാണ്. പിന്നെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ഇന്ത്യ സുരക്ഷിതമാണ്. പ്രവാസികൾക്ക് ഇന്ത്യ ഒരു മികച്ച നിക്ഷേപ കേന്ദ്രമാണ്. ഉയർന്ന വളർച്ചാ നിരക്കും വൈവിധ്യമാർന്ന നിക്ഷേപ അവസരങ്ങളുമാണ് ഇതിന് കാരണം. എന്നാൽ പല പ്രവാസികൾക്കും തങ്ങൾ പരിമിതമായ സ്ഥിരം നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പരമ്പരാഗത മാർഗങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകാറുണ്ട്. ഇത് പണപ്പെരുപ്പത്തെയും കറൻസിയുടെ മൂല്യത്തകർച്ചയെയും അതിജീവിക്കുന്ന യഥാർത്ഥ വരുമാനം നൽകാതിരിക്കാൻ കാരണമായേക്കാം. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും നഷ്ടം പരിഹരിക്കാനുള്ള കഴിവിനും അനുസരിച്ച് നിക്ഷേപങ്ങളെ വൈവിധ്യവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാസികൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ളതും സുരക്ഷിതവുമായ നിക്ഷേപ മാർഗമാണിത്. NRE, NRO, FCNR അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് സ്ഥിരം നിക്ഷേപം ആരംഭിക്കാം. ഇതിൽ NRE, FCNR സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇന്ത്യയിൽ നികുതി നൽകേണ്ടതില്ല എന്നത് വലിയൊരു ആകർഷണമാണ്. ഇത് ഉറപ്പുള്ളതും സുരക്ഷിതവുമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ്. മറ്റൊന്നാണ് ബോണ്ടുകളും കടപ്പത്രങ്ങളും. ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന G-Secs സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, അതായത് നിലവിൽ പ്രവാസികൾക്ക് പുതുതായി നിക്ഷേപിക്കാൻ അനുവാദമില്ല, പക്ഷേ റെസിഡന്റ് ആയിരിക്കുമ്പോൾ വാങ്ങിയത് കൈവശം വയ്ക്കാം. അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പുറത്തിറക്കുന്ന ബോണ്ടുകൾ എന്നിവ സ്ഥിര നിക്ഷേപത്തെക്കാൾ അല്പം മെച്ചപ്പെട്ട വരുമാനം നൽകിയേക്കാം. ഇവ താരതമ്യേന സുരക്ഷിതമാണ്. ചില ടാക്സ് ഫ്രീ ബോണ്ടുകളിൽ നിന്നുള്ള പലിശയ്ക്ക് നികുതി ഇളവും ലഭിക്കും. ദീർഘകാലത്തിൽ ഉയർന്ന സമ്പത്ത് കെട്ടിപ്പടുക്കാൻ വളർച്ചാ സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ ഒരു ഭാഗം നീക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ പ്രധാനമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. ഓഹരി വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗമാണിത്. ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം വിവിധ കമ്പനികളുടെ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നതിലൂടെ നഷ്ടസാധ്യത കുറയ്ക്കുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് ദീർഘകാലത്തിൽ വലിയ സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് US, കാനഡ എന്നിവിടങ്ങളിലെ പ്രവാസികൾക്ക് അവിടുത്തെ FATCA നിയമങ്ങൾ കാരണം എല്ലാ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഏതൊക്കെ ഫണ്ട് ഹൗസുകളിലാണ് നിങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നത് എന്ന് മുൻകൂട്ടി അന്വേഷിച്ചറിയേണ്ടതാണ്. പിന്നൊന്നാണ് ഓഹരി വിപണി, അതായത് ഡയറക്റ്റ് ഇക്വിറ്റി. ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളിൽ നിങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കാം. അതിന് ഒരു NRI ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് അത്യാവശ്യമാണ്. കൂടാതെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും റിസർവ് ബാങ്കിന്റെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരമുള്ള അനുമതിയും ആവശ്യമാണ്. ഇതിന് ഉയർന്ന നഷ്ടസാധ്യതയുണ്ടെങ്കിലും ശരിയായ ഗവേഷണങ്ങളിലൂടെ ഉയർന്ന ആദായം നേടാനും സാധ്യതയുണ്ട്. പ്രവാസികൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ്, ഒരേ ദിവസം ഓഹരി വാങ്ങി വിൽക്കുന്ന സമ്പ്രദായം അനുവദനീയമല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നൊന്നാണ് റിയൽ എസ്റ്റേറ്റിന്റെ യാഥാർത്ഥ്യങ്ങളും അതിന്റെ നിയമങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്.
എവിടെ നിക്ഷേപിക്കാം എന്നുള്ളത്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള വീടുകളിലോ വാണിജ്യ കെട്ടിടങ്ങളിലോ നിക്ഷേപിക്കുന്നത് നിയമപരമായ തടസ്സങ്ങളില്ല. എന്നാൽ കൃഷിഭൂമി, ഫാം ഹൗസ്, പ്ലാന്റേഷൻ പ്രോപ്പർട്ടി എന്നിവ വാങ്ങാൻ ഫെമ നിയമപ്രകാരം അനുവാദമില്ല. ഇനി നേട്ടങ്ങളും കോട്ടങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ദീർഘകാലത്തിൽ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു നിക്ഷേപമാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്ന് കുറഞ്ഞ ലിക്വിഡിറ്റിയാണ്. അതായത് അടിയന്തിരമായി പണം ആവശ്യമെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റി പണമാക്കാൻ സാധിക്കില്ല. അത് പ്രയാസമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വാടക വരുമാനം, അതായത് റെന്റൽ ഈൽഡ് എന്ന് പറയുന്നത് സാധാരണയായി വസ്തുവിന്റെ മൂല്യത്തിന്റെ 3% മുതൽ 5% വരെ മാത്രമാണ്. ഇതിൽ നിന്ന് പ്രോപ്പർട്ടി ടാക്സ്, മെയിൻ്റനൻസ് ചാർജുകൾ എന്നിവ കുറയ്ക്കുമ്പോൾ യഥാർത്ഥ വരുമാനം ഇതിലും കുറവായിരിക്കും. അതിനാൽ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം റിയൽ എസ്റ്റേറ്റുകൾ നിക്ഷേപിക്കുന്നത് അഭികാമ്യമല്ല. ദീർഘകാല ആസൂത്രണമാണ്, അതുപോലെ പെൻഷൻ പദ്ധതികളൊക്കെ ആസൂത്രണമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നാഷണൽ പെൻഷൻ സ്കീം സിസ്റ്റം, അതായത് NPS എന്ന് പറയും. 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള പ്രവാസികൾക്ക് NPS അക്കൗണ്ട് തുറന്ന് നിക്ഷേപം നടത്താം. ഇത് വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യം കണ്ടെത്തുന്നതിനുള്ള മികച്ചതും നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നതുമായ ഒരു പദ്ധതിയാണ്. പിന്നൊന്നാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, PPF. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് ഒരു PPF അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രവാസിയായ ശേഷവും അതിന്റെ 15 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നതുവരെ നിക്ഷേപം നടത്താവുന്നതാണ്. എന്നാൽ ഒരു പ്രവാസിക്ക് പുതിയ PPF അക്കൗണ്ട് തുടങ്ങാനോ നിലവിലുള്ള അക്കൗണ്ടിന്റെ കാലാവധി നീട്ടാനോ സാധിക്കുകയില്ല. നികുതി നിയമങ്ങൾ സങ്കീർണമാണെന്ന ധാരണ പല പ്രവാസികളെയും ഇന്ത്യയിലെ നിക്ഷേപങ്ങളിൽ നിന്നും വരുമാന മാർഗങ്ങളിൽ നിന്നും അകറ്റി നിർത്താറുണ്ട്. എന്നാൽ ശരിയായ അറിവുണ്ടെങ്കിൽ നികുതി ബാധ്യതകൾ നിയമപരമായി കുറയ്ക്കാനും ഇരട്ട നികുതി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. ഇന്ത്യയിലെ നിങ്ങളുടെ നികുതി ബാധ്യത എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഏത് വരുമാനത്തിനാണ് നികുതി എന്നതും ശ്രദ്ധിക്കണം. ഒരു പ്രവാസി, അതായത് ഒരു NRI എന്ന നിലയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നതോ ഇന്ത്യയിൽ ലഭിക്കുന്നതോ ആയ വരുമാനത്തിന്, അതായത് ഇൻകം ഏൺഡ് ഓർ അക്വയർഡ് ഇൻ ഇന്ത്യ, ഇതിൽ നിന്ന് മാത്രമേ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതുള്ളൂ. നിങ്ങൾ വിദേശത്ത് നേടുന്ന ശമ്പളത്തിനോ മറ്റ് വരുമാനങ്ങൾക്കോ ഇന്ത്യയിൽ നികുതി ബാധ്യതയില്ല. ഇനി നികുതി ബാധകമായ ഇന്ത്യൻ വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലുള്ള വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന വാടക വരുമാനം, അതുപോലെ NRO സേവിങ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ, ഇന്ത്യയിലെ ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവ വിൽക്കുമ്പോൾ ലഭിക്കുന്ന മൂലധന നേട്ടം, ആ ക്യാപിറ്റൽ ഗെയിനൊക്കെ നികുതി ബാധ്യതയുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന് ലഭിക്കുന്ന ശമ്പളം, ആ ശമ്പളത്തിനും നികുതി ബാധ്യതയുണ്ട്. ഇനി നികുതിയില്ലാത്ത പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ NRE, FCNR അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഇന്ത്യയിൽ പൂർണ്ണമായും നികുതി രഹിതമാണ്. ഇനി പ്രവാസി അറിയേണ്ട മറ്റൊരു കാര്യമാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? എന്താണിത്? നിങ്ങൾക്ക് വരുമാനം നൽകുമ്പോൾ തന്നെ നൽകുന്നയാൾ, ഉദാഹരണത്തിന് ബാങ്ക്, വാടകക്കാരൻ എന്നിവ നികുതിയുടെ ഒരു ഭാഗം കുറച്ചതിന് ശേഷം ബാക്കി തുക നൽകുന്ന രീതിയാണിത്. ഈ പിടിച്ചുവെച്ച തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നു. പ്രവാസികൾക്കുള്ള ഉയർന്ന TDS നിരക്കുകൾ എന്ന് പറയുന്നത് പ്രവാസികളുടെ ഇന്ത്യൻ വരുമാനത്തിന് സാധാരണയായി ഉയർന്ന നിരക്കിലാണ് TDS പിടിക്കുന്നത്. ഉദാഹരണത്തിന് NRO അക്കൗണ്ടിലെ പലിശയ്ക്ക് 30%, അതായത് വാടക വരുമാനത്തിന് 30%, ദീർഘകാല മൂലധന നേട്ടത്തിന്, അതായത് വസ്തു വിൽപ്പനയ്ക്ക് 20% എന്നിങ്ങനെയാണ് സാധാരണ നിരക്കുകൾ. ഇതിനു പുറമെ സർചാർജും സെസ്സും ബാധകമാക്കും. ഈ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുണ്ട്. അത് നിങ്ങളുടെ ഒരു രക്ഷാകവചമാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാം? DTAA, അതായത് ഇരട്ട നികുതി ഒഴിവാക്കൽ. പല പ്രവാസികളും അറിയാതെ പോകുന്നു. എന്നാൽ ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ലഭിക്കുന്നതുമായ ഒന്നാണ് DTAA. എന്താണ് DTAA? ഒരേ വരുമാനത്തിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തും, അത് കൺട്രി ഓഫ് റെസിഡൻസും, ഇന്ത്യയിലും, അതായത് സോഴ്സ് കൺട്രിയിലും നികുതി നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി ഇന്ത്യ
90-ൽ അധികം രാജ്യങ്ങളുമായി ഒപ്പുവെച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണിത്. അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്, അതാണ് DTAA. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കണം. അതായത് DTAA പ്രധാനമായും 3 രീതിയിലാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. ഒന്ന്, ടാക്സ് ക്രെഡിറ്റ് വഴി. അതായത് നിങ്ങൾ ഇന്ത്യയിൽ അടച്ച നികുതി നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് അടയ്ക്കേണ്ട ആകെ നികുതിയിൽ നിന്ന് ഒരു ക്രെഡിറ്റായി കുറവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇന്ത്യ, US, ഇന്ത്യ, കാനഡ DTAA ഈ രീതിയിലാണ് പിന്തുടരുന്നത്. ഇനി നികുതി ഇളവ്, അതായത് എക്സംഷൻ എന്ന് പറയുന്നത് ചില പ്രത്യേക വരുമാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം നികുതി നൽകിയാൽ മതിയാവും. ഉദാഹരണത്തിന് ഇന്ത്യ, UK DTAA പ്രകാരം UK-യിൽ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് UK-യിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന് അവിടെ മാത്രം നികുതി നൽകിയാൽ മതി, ഇന്ത്യയിൽ നൽകേണ്ടതില്ല. ഇനി കുറഞ്ഞ നികുതി നിരക്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ് എന്ന് പറയുന്ന DTAA പ്രകാരം നിങ്ങൾക്ക് ഇന്ത്യയിൽ കുറഞ്ഞ നിരക്കിൽ TDS അടയ്ക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് സാധാരണ 30% TDS ഈടാക്കുന്ന NRO അക്കൗണ്ടിലെ പലിശയ്ക്ക് പല DTAA കരാറുകൾ പ്രകാരം 10% മുതൽ 15% വരെ TDS അടച്ചാൽ മതിയാകും. ഇതൊരു വലിയ സാമ്പത്തിക ലാഭമാണ്. ഇനി ഈ DTAA ആനുകൂല്യങ്ങൾ എങ്ങനെ നേടാം? DTAA ആനുകൂല്യങ്ങൾ തനിയെ ലഭിക്കുകയില്ല, അത് നമ്മൾ ആവശ്യപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ്. ഇതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്, അതായത് TRC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇതിന് ആവശ്യമാണ്. DTAA ആനുകൂല്യം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏത് രാജ്യത്താണോ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥൻ ആ രാജ്യത്തെ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണിത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് DTAA പ്രകാരമുള്ള ഇളവുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊന്നാണ് ഫോം F TRC. അതായത് ഫോം F എന്ന് പറയുന്നത് TRCയിൽ ഉൾപ്പെടാത്ത ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് പാൻ നമ്പർ നൽകുന്നതിനായി ഇന്ത്യൻ ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി ഫയൽ ചെയ്യേണ്ട ഒരു ഡിക്ലറേഷൻ ഫോമാണ് 10F. ഇത് ഇപ്പോൾ ഇലക്ട്രോണിക് ആയി ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് എവിടെ സമർപ്പിക്കണം എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. TRC അതായത് ഫോം F, 10F എന്നിവയുടെ കോപ്പികൾ നിങ്ങളുടെ ബാങ്കിനും നിങ്ങൾക്ക് വാടക നൽകുന്നയാൾക്കും അല്ലെങ്കിൽ മറ്റ് വരുമാന സ്രോതസ്സുകൾക്ക് സമർപ്പിക്കണം. ഇത് ലഭിച്ചാൽ അവർ DTAA പ്രകാരമുള്ള കുറഞ്ഞ നിരക്കിൽ TDS പിടിക്കുന്നതാണ്. അഥവാ അവർ ഉയർന്ന നിരക്കിൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ വർഷാവസാനം ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ITR ഫയൽ ചെയ്ത് അധികമായി അടച്ച തുക റീഫണ്ടായി തിരികെ വാങ്ങാവുന്നതാണ്. അതുകൊണ്ട് വരുമാനം നികുതി പരിധിക്ക് താഴെയാണെങ്കിൽ പോലും ITR ഫയൽ ചെയ്യുന്ന പ്രവാസികൾക്ക് ഒരു റീഫണ്ട് വീണ്ടെടുക്കാനുള്ള ഉപാധിയാണ്. ഇനി പൊതുവെ പ്രവാസികൾ വരുത്തുന്ന സാധാരണ സാമ്പത്തിക അബദ്ധങ്ങളും ഉണ്ട്, അതിന് പരിഹാരങ്ങളുമുണ്ട്. സാമ്പത്തിക ആസൂത്രണത്തിൽ പ്രവാസികൾ വരുത്തുന്ന ചില പൊതുവായ തെറ്റുകൾ അവരുടെ സമ്പാദ്യത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. ഈ അബദ്ധങ്ങൾ തിരിച്ചറിയുകയും അവ ഒഴിവാക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും ഒരു ചെറിയ പിഴവ് മറ്റു പല സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. അതിൽ റെസിഡന്റ് അക്കൗണ്ട് എന്ന കെണിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ അബദ്ധമെന്ന് പറയുന്നത് പ്രവാസിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ പഴയ റെസിഡന്റ് സേവിങ്സ് അക്കൗണ്ട് അതേപടി ഉപയോഗിക്കുന്നത് ഇത് ഫെമ നിയമങ്ങളുടെ ലംഘനമാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സ്റ്റാറ്റസ് NROയിലേക്ക് മാറ്റുക. മിക്ക ബാങ്കുകളും ഇപ്പോൾ ഈ സേവനം ഓൺലൈനായി നൽകുന്നുണ്ട്. ഈ ഒരു അടിസ്ഥാനപരമായ നിയമം പാലിക്കാത്തത് നിങ്ങളുടെ മറ്റു നിക്ഷേപങ്ങളുടെയും, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപങ്ങളുടെയും ഭാവിയിൽ പ്രതികൂലമായി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നികുതി ആസൂത്രണം അവഗണിക്കുന്നത് അത് വളരെ തെറ്റായ ഒരു സംഭവമാണ്. ഇതിന്റെ അബദ്ധമെന്ന് പറയുന്നത് DTAA കുറിച്ച് അറിയാതിരിക്കുകയോ TRC എടുക്കാനുള്ള നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഒഴിവാക്കുകയോ ചെയ്യുന്നത്
ഇതിന്റെ ഫലമായി തിരികെ ലഭിക്കുമായിരുന്നിട്ടും വലിയൊരു തുക TDS ആയി നഷ്ടപ്പെടുന്നു. ഇതിന്റെ പരിഹാരമെന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് ഇന്ത്യയുമായി DTAA ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ എല്ലാ സാമ്പത്തിക വർഷവും TRC എടുത്ത് ബാങ്കിലും മറ്റു വരുമാന ദാതാക്കൾക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ നികുതി ഭാരം ഗണ്യമായി കുറയ്ക്കും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഒരു സുരക്ഷിത നിക്ഷേപമാണ് എന്ന തെറ്റിദ്ധാരണ. ഇതിന്റെ അബദ്ധം എന്ന് പറയുന്നത് സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് കുറഞ്ഞ വാടക വരുമാനം, പെട്ടെന്ന് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഉയർന്ന പരിപാലന ചെലവ്, നിയമപരമായ നൂലാമാലകൾ എന്നിവ പലപ്പോഴും പ്രതീക്ഷിച്ച ലാഭം നൽകാതിരിക്കാൻ കാരണമാകും. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിന് പുറമെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരികൾ, ബോണ്ടുകൾ എന്നിവയിലും അനുയോജ്യമായ രീതിയിൽ നിക്ഷേപിക്കുക. ഇനി വിനിമയ നിരക്കിലെ നഷ്ടം അത് കറൻസി റിസ്ക് മറയ്ക്കുന്നത് വലിയൊരു അബദ്ധമാണ്. ഇതിന്റെ അബദ്ധം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കാലക്രമേണ ഡോളർ, ദിർഹം പോലുള്ള കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ഈ യാഥാർത്ഥ്യം കണക്കിലെടുക്കാതെ എല്ലാ നിക്ഷേപങ്ങളും ഇന്ത്യൻ രൂപയിൽ മാത്രം നടത്തുന്നത് ഭാവിയിൽ പണം വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ മൂല്യത്തിൽ കുറവ് വരുത്തും. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം FCNR ഡെപ്പോസിറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ കറൻസിയിലുള്ള ആസ്തികളിലോ മാറ്റുന്നത്. ഉദാഹരണത്തിന് ഗിഫ്റ്റ് സിറ്റിയിലെ ഡോളർ, FDകൾ എന്നിവ രീതിയിൽ നിലനിർത്തുന്നത് ഈ നഷ്ടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത്. ഇതിലെ അബദ്ധം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികളിൽ സങ്കീർണമായ നികുതി, നിക്ഷേപ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഉപദേശം മാത്രം കേട്ട് നിക്ഷേപങ്ങൾ തീരുമാനമെടുക്കുന്നത് ഒക്കെ അബദ്ധങ്ങളാണ്. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രവാസി സാമ്പത്തിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. അവസാനമായി പറയാൻ, പ്രവാസ ജീവിതം നൽകുന്ന സാമ്പത്തിക അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ചിട്ടയായ ആസൂത്രണവും ശരിയായ അറിവും അത്യാവശ്യമാണ്. വിദേശത്തെ ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് മുതൽ ഇന്ത്യയിലെ ബാങ്കിംഗ്, നിക്ഷേപം, നികുതി നിയമങ്ങൾ മനസ്സിലാക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് നൽകുന്ന പ്രധാന പാഠങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങൾ ഇവയാണ്. വിദേശത്ത് പണം ലഭിക്കാനുള്ള ബഡ്ജറ്റിംഗ്, സ്മാർട്ട് ചെലവഴിക്കൽ രീതികൾ, പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട NRE, NRO, FCNR അക്കൗണ്ടുകളുടെ ഉപയോഗവും നിയമവശങ്ങളും, നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ മികച്ച വിനിമയ നിരക്കും കുറഞ്ഞ ഫീസും ഉറപ്പാക്കാനുള്ള മാർഗങ്ങൾ, ഇന്ത്യയിലെ വൈവിധ്യമാർന്ന നിക്ഷേപ അവസരങ്ങൾ, കൂടാതെ ഇരട്ട നികുതി ഒഴിവാക്കാൻ സഹായിക്കുന്ന DTAA കരാറിന്റെ പ്രാധാന്യവും അത് പ്രയോജനപ്പെടുത്തേണ്ട രീതിയും ഒക്കെയാണ്. പ്രവാസിയുടെ സാമ്പത്തിക വിജയത്തിനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പ്രകാരമാണ്. അതായത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ശരിയായ പാതയിലാണെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്ന്, വിദേശത്തെത്തുമ്പോൾ ഉടൻ തന്നെ ഒരു പ്രാദേശിക ബാങ്ക് അക്കൗണ്ടും സാധ്യമെങ്കിൽ കുറഞ്ഞ ഫീസുള്ള ഒരു നിയോ ബാങ്ക് അക്കൗണ്ടും തുറക്കുക. 2, ഇന്ത്യയിലെ അക്കൗണ്ട്, ഇന്ത്യയിലെ നിങ്ങളുടെ റെസിഡൻസ് സേവിങ്സ് അക്കൗണ്ട് ഉടൻ തന്നെ NRO അക്കൗണ്ടായി മാറ്റുക. 3, വിദേശ വരുമാനം NRE അക്കൗണ്ടിലും ഇന്ത്യൻ വരുമാനം NRO അക്കൗണ്ടിലും കൈകാര്യം ചെയ്യുക. 4, പണം അയക്കുന്നതിന് മുൻപ് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ വിനിമയ നിരക്കുകൾ താരതമ്യം ചെയ്യുക. 5, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് TRC വാങ്ങി DTAA ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. 6, നിങ്ങളുടെ സമ്പാദ്യം സ്ഥിര നിക്ഷേപങ്ങളിൽ മാത്രം ഒതുക്കാതെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി മ്യൂച്വൽ ഫണ്ടുകളിലും NPS പോലുള്ള പദ്ധതികളിലും നിക്ഷേപിക്കുക. 7, എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും നികുതി രേഖകളുടെയും TRC പോലുള്ള സർട്ടിഫിക്കറ്റുകളുടെയും ഡിജിറ്റൽ കോപ്പികൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. സാമ്പത്തിക അച്ചടക്കവും ശരിയായ അറിവും
കൈമുതലാക്കിയാൽ ഓരോ പ്രവാസിക്കും തങ്ങളുടെ വിദേശ ജീവിതം സാമ്പത്തികമായി സുരക്ഷിതവും സമ്പൽ സമൃദ്ധവുമാക്കാൻ സാധിക്കും.